നിങ്ങളെല്ലാവരും കുറേ കണക്കുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു. അപ്പം അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് ഈ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. അതായത് 3000 പേർ ഭക്ഷണം കഴിച്ചെന്ന കണക്ക്. പക്ഷേ 500 പേരെ കഴിച്ചിട്ടുള്ളൂ. അതുപോലെ ഉച്ചയ്ക്ക് 5000 പേർക്ക് ഭക്ഷണം, 8.5 ലക്ഷം ചിലവെന്ന് കണക്കിൽ പറയുന്നു. അതുപോലെ തന്നെ സർക്കാർ കണക്ക് പ്രകാരം ആകെ 4000 പേർ മാത്രമേ ഇതിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു. അപ്പം ഈ പങ്കെടുത്ത ആളുകൾ സംബന്ധിച്ച അവ്യക്തതയുണ്ട്, അവിടെ ചിലവാക്കിയ പണം സംബന്ധിച്ച അവ്യക്തതയുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ലുകൾ, അതിൻ്റെ ടാക്സ്, ഇതൊക്കെ സംബന്ധിച്ചിപ്പോൾ കോടതിക്ക് സംശയം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് സാമ്പത്തികമായി അവർക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ലെന്നാണ്. അവർക്ക് പൈസ റീക്യൂപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി അത് തിരിച്ചു കിട്ടുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കണക്കുകൾ വരട്ടെ. ഒരു കാര്യം കൂടെ, ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ കണക്ക് മുഴുവൻ കഴിഞ്ഞിട്ട് ഓഡിറ്റർ ആളോട്, ക്ലയന്റിനോട് ചോദിക്കും ഇത്രയും കുഴപ്പങ്ങളുണ്ട്, ഇത്രയും കുഴപ്പങ്ങളുണ്ട്, ഇത് എങ്ങനെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം ഫസ്റ്റ് റൗണ്ടിൽ കൊടുത്തിട്ടില്ല. ഇല്ല, അതിപ്പോൾ നമ്മൾ കോടതിയിൽ വന്നല്ലോ. അല്ലല്ല, ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇത് ചോദിച്ചില്ല. ഫെയിലിയർ വന്നിട്ടുണ്ട്. ഇതിൽ നേരത്തെ നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പറയുന്ന പോലെ തന്നെ ഈ കണക്കുകളൊക്കെ പരിശോധിക്കുന്ന കാര്യത്തിൽ ഗുരുതര വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒരു സംശയമില്ല.